Colossians 3:16. Let the word of Christ dwell in you richly. Teach and admonish one another in all wisdom, and with gratitude in your hearts sing psalms, hymns, and spiritual songs to God. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. The Apostles' Fast calls us to ask, what forms our minds? നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് എന്താണ്? Each church service we are given treasures, the scriptures, the prayers, the Holy Eucharist. നമ്മുടെ എല്ലാ ആരാധനകളിലും നമുക്ക് നിധി നൽകപ്പെടുന്നുണ്ട്. വിശുദ്ധ സുവിശേഷം, പ്രാർത്ഥനകൾ, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. But what happens when we leave the church? എന്നാൽ ദേവാലയത്തിൽ നിന്ന് നാം മടങ്ങി വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? Do we carry the word into Monday's decisions, Tuesday's activities, Friday's weariness? എന്നാൽ ആഴ്ചയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ദൈവവും ദൈവവചനത്തിൻ്റെയും സാന്നിധ്യമുണ്ട്? Sunday is not the end, it is the beginning. The liturgy is not a ritual, it is a formation. ഞായറാഴ്ച അവസാനമല്ല, ആരംഭമാണ്. വിശുദ്ധ കുർബാന വെറും ശൂന്യമായ ആചാര അനുഷ്ഠാനമല്ല, പിന്നെയോ നമ്മെ രൂപപ്പെടുത്തുന്നതും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. The Eucharist is not a one-time grace, it's a way of life. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കണം. If Christ feeds us with his body and blood, how can we not live in a way that reflects that nourishment? ക്രിസ്തുവിനെ നാം ഭക്ഷിച്ചുവെങ്കിൽ അവനെപ്പോലെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകണം. The fast invites us to consistency. What we sing in church should echo in our speech. നാം ദേവാലയത്തിൽ പാടുന്നത്, നാം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ അത് അനുഭവമാകണം. What we receive in the chalice should transform how we receive others. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ അതുപോലെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. Abba Agathon says, quote, "The monk, when he eats or drinks or does anything, should always remember the Lord and keep silence," end quote. The goal is not to leave Jesus at the church door, but to walk out carrying him in every word, thought and act. ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിനെ ദേവാലയത്തിൻ്റെ വാതിക്കൽ വെച്ചിട്ട് പോകുവാനല്ല, പിന്നെയോ നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും കർമ്മങ്ങളിലും ക്രിസ്തു ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. O Lord Jesus Christ, Word made flesh and bread of life, help us not to forget you as we depart from church back to our homes, schools, and workplaces. May your word and body dwell in us richly, shaping every moment of our lives. Amen. ജീവൻ്റെ അപ്പമായ ഞങ്ങളുടെ ക്രിസ്തുനാഥ, അങ്ങേ മറന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. അങ്ങയുടെ വചനവും അങ്ങയുടെ തിരുശരീര രക്തങ്ങളും ഞങ്ങളിൽ വസിച്ച് അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതങ്ങൾ
രൂപപ്പെട്ട് രൂപാന്തരപ്പെട്ട് മറ്റുള്ളവർക്ക് അങ്ങയുടെ സാന്നിധ്യമായി തീരുവാൻ ഇടയാകണമേ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.